Let's make PSC Civil Possible. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറിഗേഷനിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. Question number 1. Which of the following methods of applying water may be used on land with irregular topography? ഇതിന് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ഫ്രീ ഫ്ലഡിംഗ് ആണ്. നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസും കൂടി ഒന്ന് നോക്കാം. ഇറഗുലർ ടോപ്പോഗ്രഫിയിൽ ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് വാട്ടർ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഫ്രീ ഫ്ലഡിംഗ് ഉപയോഗിച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ബോർഡർ ഫ്ലഡിംഗ് എന്താണ്? ബോർഡർ ഫ്ലഡിംഗ്. In this method, the farm is divided into a number of strips. These strips are separated by low leaves or borders. നമുക്ക് ഇറിഗേറ്റ് ചെയ്യേണ്ട ഫാം ലാൻഡ് കുറേ സ്ട്രിപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഇനി രണ്ട് സ്ട്രിപ്സിന് ഇടയിൽ ഒരു ബോർഡർ എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. ഇനി ഇത്തരം ഫ്ലഡിങ് നമ്മൾ സ്ലോപ്സ് ഉള്ള സ്ഥലത്തൊക്കെ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഒരുപാട് സ്റ്റീപ്പായിട്ടുള്ള സ്ലോപ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം വാട്ടർ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ചെക്ക് ഫ്ലഡിങ് എന്താണ്? ഇൻ ദിസ് മെത്തേഡ് ദ എൻറ്റയർ ഫീൽഡ് ഇസ് ഡിവൈഡഡ് ഇൻ ടു എ നമ്പർ ഓഫ് ഓൾമോസ്റ്റ് ലെവൽ പ്ലോട്ട് സറൗണ്ടഡ് ബൈ ദ ലിവ്സ്. ചെക്ക് ഫ്ലഡിങ്ങിനകത്ത് നമുക്ക് ഇറിഗേറ്റ് ചെയ്യേണ്ട ഏരിയനെ ഓരോ ചെക്ക് ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഓരോ ഈ ചെക്ക് ഏരിയാസ് കഴിഞ്ഞിട്ടും ഒരു സ്മോൾ ബോർഡർ പോലെ ഒരു ലെവൽസ് പോലെ ഉണ്ട്. ഓക്കെ, ഇങ്ങനത്തെ മെത്തേഡ് നമ്മൾ കൂടുതലും ലെവൽഡ് ആയിട്ടുള്ള പ്ലോട്ട്സിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇറഗുലർ ടോപ്പോഗ്രഫിയിൽ നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിക്കുന്നില്ല. ഇനി അടുത്ത ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഫറോ മെത്തേഡ് ആണ്. ഇറ്റ് ഈസ് ആൻ ഓൾട്ടർനേറ്റീവ് ടു ഫ്ലഡിംഗ്. The entire land surface is to construct small channels along the primary direction of the movement of water. ഈ ഫറോ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിൽ നമ്മൾ ഒരു ചാനൽസ് പോലെ ഫറോസ് പോലെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിടുവാണ്. നമ്മൾ എൻറ്റയർ ലാൻഡിൽ നമ്മളിങ്ങനെ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് വിട്ട് നമ്മുടെ ക്രോപ്സിന് വെള്ളം എത്താനുള്ള സൗകര്യത്തിന് നമ്മൾ ഇങ്ങനെ ഫറോസ് കൺസ്ട്രക്ട് ചെയ്തിട്ടിട്ട് ഈ ചാനലിൽ കൂടെ അല്ലെങ്കിൽ ഈ ഫറോസിൽ കൂടെയാണ് വെള്ളത്തിനെ ഫ്ലോ ചെയ്യാൻ അനുവദിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ പ്ലാന്റ്സിന് വെള്ളം കിട്ടുന്നത്. ഓക്കെ, ഈ മെത്തേഡാണ് ഫറോ മെത്തേഡ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2. The best technique of water distribution in the field that can be used for all types of soils and for widely different topographies and slopes is called. ഓക്കെ, ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ സി സ്പ്രിംഗ്ലർ ഇറിഗേഷൻ മെത്തേഡ് ആണ്. സ്പ്രിംഗ്ലർ ഇറിഗേഷൻ മെത്തേഡിൽ നമ്മൾ വാട്ടർ സ്പ്രേയുടെ രൂപത്തിലാണ് പ്ലാന്റ്സിലേക്ക് എത്തിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3. The best irrigation method that suits area where scarcity of irrigation water is. ഇതിന് ആൻസർ വരുന്നത് ഡ്രിപ്പ് ഇറിഗേഷൻ ആണ്. കാരണം ഡ്രിപ്പ് ഇറിഗേഷനിൽ നമ്മൾ ഒരു പ്ലാന്റിന്റെ റൂട്ട് സോണിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഡ്രിപ്പ് നോസിൽ വഴി വെള്ളം എത്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവാപ്പറേഷൻ ലോസോ പെർക്കുലേഷൻ ലോസോ ഒന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഇതൊരു ബെസ്റ്റ് ഇറിഗേഷൻ മെത്തേഡാണ് വെള്ളത്തിന് സ്കേഴ്സിറ്റി ഉള്ള സ്ഥലങ്ങളിലൊക്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4. The total depth of water required by a crop during entire base period of crop is known as. ഇതിന് ആൻസർ ഓപ്ഷൻ ബി ഡെൽറ്റയാണ്. നമുക്കിനി ബാക്കിയുള്ള ഓപ്ഷൻസും കൂടെ എന്താണെന്ന് നോക്കാം. ഓക്കെ, ബേസ് പീരീഡ് എന്ന് പറയുന്നത് എന്താണ്? The time between the first watering of a crop at the time of sowing to its last watering before harvesting. ബേസ് പീരീഡ് എന്ന് പറയുന്നത് നമ്മളൊരു ചെടി ഒരു ക്രോപ്പ് നമ്മൾ നട്ടു, അതിന് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന വാട്ടറിങ് മുതൽ അതിൻ്റെ വിളവെടുക്കുന്ന സമയമാകുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ലാസ്റ്റ് വാട്ടറിങ് വരെയുള്ള ഒരു പീരീഡാണ് ബേസ് പീരീഡ് എന്ന് പറയുന്നത്. ഇനി ക്രോപ്പ് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ഒരു സീഡ് വിതയ്ക്കുന്ന സമയം മുതൽ അത് ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയം വരെയുള്ള ആ ഒരു ടൈം പീരീഡാണ് ക്രോപ്പ് പീരീഡ് എന്ന് പറയുന്നത്. ഇനി ഡ്യൂട്ടി എന്താണ്? ഡ്യൂട്ടി എന്ന് പറയുന്നത് ഏരിയ ഇറിഗേറ്റഡ് ബൈ യൂണിറ്റ് ഡിസ്ചാർജ് ഡ്യൂറിങ് ദ ബേസ് പീരീഡ് ഓഫ് ക്രോപ്പ്. ഒരു ക്രോപ്പിൻ്റെ ബേസ് പീരീഡിൽ ഒരു യൂണിറ്റ് ഡിസ്ചാർജ് എത്ര ഏരിയ ഇറിഗേറ്റ് ചെയ്യാനായിട്ട് സഹായിച്ചു എന്നതാണ് ഡ്യൂട്ടി എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏരിയ ഇറിഗേറ്റഡ് ബൈ ദ യൂണിറ്റ് ഡിസ്ചാർജ് ഡ്യൂറിങ് ദ ബേസ് പീരീഡ് ഓഫ് എ ക്രോപ്പ്. നമുക്കിനി ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കാം. ദ റിലേഷൻ ബിറ്റ്വീൻ ഡ്യൂട്ടി ഇൻ hectares per cubic and delta in meters and base period അതായത് B in days is equal to. നമുക്ക് എന്തായിരിക്കും ഇതിന് ആൻസർ എന്ന് പറയുന്നത്
D is equal to 8.64 B by delta ആണ്. നമുക്കിതിന് ആൻസർ മീറ്ററിൽ വരുമ്പോഴാണ് നമുക്ക് ഓപ്ഷൻ എ 8.64 B by delta വരുന്നത്. ഇപ്പം നമുക്കിത് ആൻസർ മില്ലിമീറ്ററിലാണെന്നുണ്ടെങ്കിൽ നമുക്കിതിന് ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ വരിക കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യന് നമുക്ക് ആൻസർ ഓപ്ഷൻ എ ഡി is equal to 8.64 B by delta ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 6. Among the following, which crop has the highest value to delta? ഇതിന് ഓപ്ഷൻസ് വരുന്നത് വീറ്റ്, വെജിറ്റബിൾസ്, റൈസ്, കോട്ടൺ ഒക്കെയാണ്. നമുക്കിതിന് ആൻസർ ഓപ്ഷൻ സി റൈസ് ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 7. When sodium absorption ratio, അതായത് SR ratio is 30, it is called low sodium water, medium sodium water, high, very high sodium water or high sodium water. ഓക്കെ, നമുക്കിതിന് ആൻസർ ആയിട്ട് വരുന്നത് വെരി ഹൈ സോഡിയം വാട്ടർ ആണ്. നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസിനെ കുറിച്ച് കൂടെ ഒന്ന് നോക്കാം. ലോ സോഡിയം വാട്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ SR റേഷ്യോ 0 to 10 ഇടയിലായിരിക്കണം. അങ്ങനെയുള്ള വാട്ടർ ക്യാൻ ബി യൂസ്ഡ് ഫോർ ഓൾ ക്രോപ്സ്. എല്ലാ ക്രോപ്സും നമുക്ക് അങ്ങനെ ലോ സോഡിയം വാട്ടർ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ വരുന്നത് SR റേഷ്യോ 10 to 18 ആണെന്നുണ്ടെങ്കിൽ മീഡിയം സോഡിയം വാട്ടർ എന്നാണ് പറയുക. ഇറ്റ് ഈസ് ഹസാർഡസ് ഇൻ ഫൈൻ ടെക്സ്റ്റേർഡ് സോയിൽ. ഇനി റേഷ്യോ 18 to 26 ആണെന്നുണ്ടെങ്കിൽ ഹൈ സോഡിയം വാട്ടർ ആണ്. ഇറ്റ് ഈസ് ഹാംഫുൾ ഫോർ മോസ്റ്റ് ഓഫ് ദ സോയിൽ. മിക്ക സോയിലിലും ഇങ്ങനെ ഹൈ സോഡിയം വാട്ടർ ഉപയോഗിക്കുന്നത് ഹാംഫുൾ ആണ്. ഇനി വെരി ഹൈ സോഡിയം വാട്ടർ ആണെന്നുണ്ടെങ്കിൽ എബവ് 26 ആണ് SR റേഷ്യോ, സോഡിയം അബ്സോർപ്ഷൻ റേഷ്യോ എന്നുണ്ടെങ്കിൽ the water is not suitable for irrigation. വാട്ടർ ഒരിക്കലും ഇറിഗേഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ളതല്ല. നമുക്ക് ഈ SR വാല്യൂ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ജിപ്സം ആഡ് ചെയ്യാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 8. The useful water for plant growth is gravitational water, capillary water, hygroscopic water, all of this. ഇതിന് ആൻസർ വരുന്നത് കാപ്പിലറി വാട്ടർ ആണ്. നമുക്കിനി ബാക്കിയുള്ള ഓപ്ഷൻസും കൂടെ എന്താണെന്ന് അറിഞ്ഞിരിക്കാം. ഗ്രാവിറ്റേഷണൽ വാട്ടർ, ഫുള്ളി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു സോയിലിൽ നിന്ന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ എഫക്റ്റ് കൊണ്ട് മാത്രം തനിയെ ഡ്രെയിൻ ചെയ്തു പോകുന്ന വാട്ടറിനെയാണ്, ആ ഒരു വോളിയം ഓഫ് വാട്ടറിനെയാണ് ഗ്രാവിറ്റേഷണൽ വാട്ടർ എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ? നമ്മളിപ്പോൾ ഒരു ഓവൻ ഡ്രൈ സാമ്പിൾ ഓഫ് സോയിൽ എടുക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സോയിലിലെ വാട്ടർ കണ്ടന്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അങ്ങനെയുള്ള ഒരു സാമ്പിൾ ഓഫ് സോയിൽ മോയിസ്റ്റ് എയറിനോട് എക്സ്പോസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ചുറ്റും അതിലുണ്ടാവുന്ന വാട്ടറിനെയാണ് ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ എന്ന് പറയുന്നത്. ഇതൊരിക്കലും പ്ലാന്റ് ഗ്രോത്തിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വാട്ടർ അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The water content at which plants can no longer extract sufficient water from the soil for its growth is called field capacity, permanent wilting point, saturation capacity, available moisture. ഇതിന് ആൻസർ വരുന്നത് പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റ് ആണ്. അതായത് ഒരു പരിധി കഴിഞ്ഞിട്ട് പ്ലാന്റ്സിന് വെള്ളം എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. പ്ലാന്റ്സ് ക്യാൻ നോ ലോങ്ങർ എക്സ്ട്രാക്ട് സഫിഷ്യന്റ് വാട്ടർ. അതിന് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഇനി കുറച്ചും കൂടെ കൂടുതലായിട്ട് അതിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ലിമിറ്റിലേക്ക് അത് എത്തിയിരിക്കുകയാണ്. ആ ഒരു പോയിന്റിനെയാണ് പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടെ എന്താണെന്ന് നോക്കാം. സാച്ചുറേഷൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടോട്ടൽ വാട്ടർ കണ്ടന്റ് ഓഫ് ദ സോയിൽ വെൻ ഓൾ ദ പോർസ് ഓഫ് സോയിൽ ആർ ഫിൽഡ് വിത്ത് വാട്ടർ. പെട്ടെന്ന് ഒരു മഴയൊക്കെ വന്ന് നനഞ്ഞ് ഫുൾ വെറ്റായിട്ട് 100% വാട്ടർ ആയിരിക്കുന്ന ഒരു സോയിലിൻ്റെ അവസ്ഥേനെയാണ് സാച്ചുറേറ്റഡ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ടോട്ടൽ വാട്ടർ കണ്ടന്റ് ഓഫ് ദ സോയിൽ, ഇങ്ങനെ ഫുള്ളായിട്ട് വാട്ടർ ആയിരിക്കുന്ന ആ ഒരു ടോട്ടൽ വാട്ടർ കണ്ടന്റിനെയാണ് അതിൻ്റെ സാച്ചുറേഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് മാക്സിമം വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ. ഒരു സോയിലിന് എത്ര മാക്സിമം ആയിട്ട് എത്ര വാട്ടർ ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ സാച്ചുറേഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി ഫീൽഡ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ വാട്ടർ റിറ്റെയിൻഡ്. നമ്മൾ പറഞ്ഞു ഗ്രാവിറ്റേഷണൽ വാട്ടർ എന്താണെന്ന് പറഞ്ഞു അല്ലേ? അതുപോലെ തന്നെ ഫുള്ളി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു സോയിലിൽ നിന്ന് അതിൻ്റെ ഗ്രാവിറ്റേഷണൽ വാട്ടർ തനിയെ ഡ്രെയിൻ ചെയ്ത് പോയതിനു ശേഷമുള്ള വാട്ടറിനെയാണ് ദ വാട്ടർ റിട്ടേൺഡ് ആഫ്റ്റർ ദാറ്റ്, അതിനെയാണ് നമ്മൾ ഫീൽഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇഫ് അറ്റ് ഫീൽഡ് കപ്പാസിറ്റി ദ മാക്രോ പോർസ് ഓഫ് ദ സോയിൽ ആർ ഡ്രെയിൻഡ് ഓഫ്. ഈ ഫീൽഡ് കപ്പാസിറ്റിയിൽ
നമ്മുടെ സോയിലിൻ്റെ മാക്രോ പോഴ്സിലുള്ള വാട്ടർ എല്ലാം ഓൾറെഡി ഡ്രെയിൻ ആയിട്ടുണ്ടാവും. ഇനി ബാക്കി ഉണ്ടാവുന്നത് മൈക്രോ പോഴ്സിലുള്ള വാട്ടർ മാത്രമായിരിക്കും. Question number 10. Consumptive use of water of a crop is equal to. ഇതിന് ഓപ്ഷൻസ് ഡെപ്ത് ഓഫ് വാട്ടർ കൺസ്യൂംഡ് ബൈ ഇവാപറേഷൻ, ഡെപ്ത് ഓഫ് വാട്ടർ കൺസ്യൂംഡ് ബൈ ട്രാൻസ്പിറേഷൻ, അതുപോലെ തന്നെ ഡെപ്ത് ഓഫ് വാട്ടർ കൺസ്യൂംഡ് ബൈ ഇവാപറേഷൻ ആൻഡ് ട്രാൻസ്പിറേഷൻ, നൺ ഓഫ് ദ എബവ്. ഇതിന് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. കൺസെപ്റ്റീവ് യൂസ് ഓഫ് വാട്ടർ ഓഫ് എ ക്രോപ്പ് എന്ന് പറയുന്നത് ആ ക്രോപ്പ് ഇവാപറേഷൻ വഴിയും ട്രാൻസ്പിറേഷൻ വഴിയും എത്ര വാട്ടർ കൺസ്യൂം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. The value of consumptive use may be different for different crops. ഈ CU എന്നുള്ള കൺസെപ്റ്റീവ് യൂസ് CU എന്നുള്ള വാല്യൂ ഡിഫറെൻറ്റ് ക്രോപ്സിന് ഡിഫറെൻ്റ് ആയിരിക്കാം. അതുപോലെ തന്നെ ഒരു സെയിം ക്രോപ്പ് പല സ്ഥലത്ത് പല സമയത്ത് അതിന് വേണ്ട കൺസെപ്റ്റീവ് യൂസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നതും ഡിഫറെൻ്റ് ആയിരിക്കാം. It is expressed in hectare meter or as depth of water in meter. Thanks for watching. Keep learning. Thank you.